ആടാന്റണിക്ക് പിന്നാലെ കേരള പോലീസിന്റെ വലയിലായത് മറ്റൊരു പെരുങ്കളൻ. കഴിഞ്ഞ ദിവസം പിടിയിലായ വേദവ്യാസ രമേശനുമായി പോലീസ് നടത്തുന്നത് മാരത്തൺ തെളിവെടുപ്പാണ്. 100-ലധികം മോഷണ കേസുകളിൽ തുമ്പുണ്ടായെന്ന് പോലീസ് പറയുന്നു. ബെണ്ടിച്ചോറും ആടാന്റണിയും അടക്കം കേരളത്തെ ഞെട്ടിച്ച കള്ളന്മാരുടെ പട്ടികയിലേക്കാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ വേദവ്യാസ രമേശനും കടക്കുന്നത്. പിടിയിലാകും വരെ ഇയാളെപ്പറ്റി പോലീസിനും നാട്ടുകാർക്കും വലിയ വിവരങ്ങളൊന്നുമില്ലായിരുന്നു. ഒടുവിൽ പാതിരാ നേരത്ത് പൂവച്ചിലുള്ള ഒരു വീടിന്റെ മതില് ചാടിയ രമേശൻ പോലീസ് വിരിച്ച വലയിൽ പെടുകയായിരുന്നു. ഇതോടെ തുമ്പുണ്ടായത് എണ്ണിയാൽ തീരാത്ത നിരവധി മോഷണ കേസുകൾക്കാണ്. ചോദ്യം ചെയ്യലിൽ നാടകത്തെയും സിനിമയെയും വെല്ലുന്ന മോഷണ കഥകൾ പോലീസിന് മുന്നിൽ വേദവ്യാസ രമേശൻ വെളിപ്പെടുത്തുകയായിരുന്നു. 2.5 വർഷം കൊണ്ട് 3 ജില്ലകളിലായി 100-ലേറെ വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിച്ച മംഗലപുരം മീരാ കോട്ടേജിൽ രമേശൻ ആള് ചില്ലറക്കാരനല്ലെന്ന് അതോടെ പോലീസിന് മനസ്സിലായി. ആകെ 500 പവനിലേറെ കവർന്നെന്നായിരുന്നു രമേശന്റെ ആദ്യ വെളിപ്പെടുത്തലെങ്കിൽ പിന്നീട് 1000-ലേറെ പവനുകൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. മോഷണ മുതലുകൾ ധൂർത്തടിച്ചു തീർക്കുന്ന കള്ളന്മാരുടെ പൊതു സ്വഭാവത്തിന് വിരുദ്ധമായാണ് രമേശന്റെ പ്രവൃത്തികൾ. ഇക്കാലയളവിനുള്ളിൽ 10 കോടിയിലേറെ രൂപയുടെ ഭൂമി ഇയാൾ സമ്പാദിച്ചു. 2 വീടുകളും വാങ്ങി. 2 പെൺമക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി. ഇതിനു പുറമെ നിരവധി ചിട്ടികളിലും ഇയാൾ ചേർന്നിട്ടുണ്ട്. ഇയാൾക്ക് ചിറയൻകീഴ് KSFE ശാഖയിൽ 3.5 കോടിയുടെ ചിട്ടിയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഓരോ 5 കിലോമീറ്റർ പിന്നിടുമ്പോഴും ഒരു വീട് എന്ന രീതിയിലായിരുന്നു മോഷണം. ആ വീട്ടിൽ കയറിയാൽ സമീപത്തെ 4-5 വീടുകളിൽ പിന്നെയും കയറും. ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയേറെ വീടുകളിൽ മോഷണം നടത്തുന്നത് ചരിത്രത്തിലാദ്യമാണെന്നാണ് പോലീസ് പറയുന്നത്. 5 വർഷം മുമ്പ് നാടക സംഘത്തിന്റെ വാഹനം ഓടിക്കുന്നയാളായിരുന്നു രമേശൻ. നാടകം ആരംഭിക്കുമ്പോൾ പരിസരത്ത് പ്രകാശം കെടുന്ന തക്കം നോക്കി കമ്പിപ്പാരയുമായി ഇയാൾ മോഷണത്തിനിറങ്ങി. അങ്ങനെയുണ്ടാക്കിയ പണം കൊണ്ട് രമേശൻ ഒടുവിൽ നാടക ട്രൂപ്പ് ഉടമയായി. വേദവ്യാസ എന്ന പൂട്ടിയ നാടക കമ്പനിയുടെ ബോർഡ് ഘടിപ്പിച്ച ടെമ്പോ ട്രാവലറിലാണ് ഇയാൾ രാത്രികാലങ്ങളിൽ മോഷണത്തിനായി കറങ്ങി നടന്നത്. ഇതിനിടെ ഇയാൾ 4 ഏക്കറോളം ഭൂമി വിവിധയിടങ്ങളിലായി വാങ്ങിയതിന്റെ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കൊപ്പം സഹായിയായ മുരുകൻ എന്നൊരാളും പോലീസിന്റെ പിടിയിലായിരുന്നു. പ്രതികളെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് മാരത്തോൺ തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്. കോന്നിയിൽ വ്യാജമദ്യ വിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു. കോന്നി എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ബിനുരാജനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കുത്തിയ അച്ചൻകുഞ്ഞിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ റിമാൻഡിലാണ്. കുഞ്ഞിന്റെ വീട്ടിൽ വ്യാജമദ്യ വിൽപ്പനയെന്ന വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസിന്റെ പരിശോധന. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമറിഞ്ഞ അച്ചൻകുഞ്ഞ് പിൻവാതിലിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്ന് പിടികൂടിയപ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥനായ ബിനുരാജിന് പരിക്കേറ്റത്. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അച്ചൻകുഞ്ഞ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ബിനുരാജിന് കയ്യിൽ 2 തുന്നിക്കെട്ടുണ്ട്. ബിനുരാജിനെ ആക്രമിക്കുന്നതിനിടയിൽ മറ്റുദ്യോഗസ്ഥർ ചേർന്ന് അച്ചൻകുഞ്ഞിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. നിറം കലർത്തിയ 50 ലിറ്ററിലധികം വ്യാജമദ്യവും ഇവിടെ നിന്ന് എക്സൈസ് കണ്ടെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി അച്ചൻകുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കി. ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വ്യാജമദ്യ വിൽപ്പനയും കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി തവണ എക്സൈസിന്റെ പിടിയിലായിട്ടുള്ള ആളാണ് അച്ചൻകുഞ്ഞ്. ഇയാൾ 3 തവണ വ്യാജമദ്യ കേസിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അച്ഛനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന് ആരോപിച്ച് മക്കളുടെ ആത്മഹത്യാ ഭീഷണി. മൊബൈൽ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാക്കളെ ഒടുവിൽ അനുനയിപ്പിച്ച് താഴെയിറക്കി. എറണാകുളം കലൂരിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. രാവിലെ 11 മണിയോടെയാണ് നാട്ടുകാരെ 1 മണിക്കൂറോളം ഭീതിയിലാഴ്ത്തിയ സംഭവങ്ങൾക്ക് തുടക്കം. ചെറായി പെരുമന സ്വദേശികളായ എബിൻ, ജിബിൻ, നിതിൻ എന്നിവരാണ് കലൂർ ചർച്ച് റോഡിലെ മൊബൈൽ ടവറിൽ കയറിയത്. കൂട്ടത്തിൽ ഇളയവനായ നിതിനാണ് ടവറിന്റെ മുകളിലേക്ക് കയറിപ്പോയി തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞത്. ടയർ മോഷണം ആരോപിച്ച് പുത്തൻവേലിക്കര CI കസ്റ്റഡിയിലെടുത്ത പിതാവിനെ പീഡിപ്പിക്കുകയാണെന്നും കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നുമായിരുന്നു ഇവർ പറഞ്ഞത്. ഞങ്ങളുടെ അച്ഛനെ പുത്തൻവേലിക്കര സ്റ്റേഷനിൽ അന്യായ ഒരു കേസിൽ പിടിച്ചവിടെ ഇടിച്ച് നശിപ്പിച്ച് വെച്ചേക്കാണ്. ഞങ്ങളെയും പല രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല ഇതിലും നമ്മൾ ഇത് ചെയ്യാൻ നോക്കിയിട്ടൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കാണണം. ഞങ്ങളുടെ അച്ഛനെ ഇത് ഞങ്ങൾക്ക് ഉറപ്പാക്കണം. ഒന്നിനും അച്ഛനെ കേസിൽ ഇതാക്കിയിട്ടുണ്ട്, എന്താ ചെയ്തോട്ടെ. ഞങ്ങളുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ ഹാജരാക്കാൻ ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി ഉറപ്പിട്ടു. ഞങ്ങളെ സ്റ്റേഷനിലേക്ക് ഒടുവിൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഉറപ്പിൽ അനുനയിപ്പിച്ച് ഇവരെ താഴെയിറക്കുകയുമായിരുന്നു. ഇവരെ പിന്നീട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പിതാവിനെതിരായ പരാതി വ്യാജമാണെന്ന കുട്ടികളുടെ ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിസാമിന്റെ അനുജൻ മുഹമ്മദ് നിസാറിനെ അപകടകരമായി കാർ ഓടിച്ച വാഹനാപകടമുണ്ടാക്കിയതിന് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഇനി. നിസാമിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത KL 08 BB 777 നമ്പർ റോൾസ് റോയ്സ് കാറാണ് അപകടമുണ്ടാക്കിയത്.
നിസാമിന്റെ ഉടമസ്ഥതയിലുള്ള റോൾസ് റോയ്സ് കാറാണ് നിസാർ ഓടിച്ചിരുന്നത്. കൊച്ചിയിലെ തമ്മനം പുല്ലപ്പെട്ട് റോഡിലെ കാരണക്കോടം കവലയിൽ വെച്ചായിരുന്നു അപകടം. എറണാകുളം സ്വദേശിയായ അനീഷിന്റെ കാറിനെ ഇടതുവശത്തുകൂടി മറികടക്കുമ്പോൾ ഇടിക്കുകയായിരുന്നു. ഇതിനുശേഷം കാർ ഉടമയിൽ നിന്ന് 8 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. വണ്ടി മുട്ടിയതിന് ശേഷം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിസാമിൻ്റെ തൃശ്ശൂരുള്ള നിസാമിൻ്റെ അനിയനാണ്, എനിക്ക് 8 ലക്ഷം രൂപ 4 കോടി 5 കോടി രൂപയുടെ വണ്ടിയാണ്, എനിക്ക് 8 ലക്ഷം രൂപ തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തിനാ തന്നെയെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. എൻ്റെ വണ്ടിയിൽ വന്ന് നിങ്ങൾ ഇടിച്ചിട്ട് ഞാനെന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് ഇവർ ഓവർടേക്ക് ചെയ്ത് കയറി വന്നാണ്. കാർ ഇടിച്ച ശേഷം താൻ നിസാമിന്റെ അനുജനാണെന്ന് വിളിച്ചു പറഞ്ഞതോടെ നാട്ടുകാർ ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിൽ വാഹനാപകടത്തിനും ഭീഷണിപ്പെടുത്തിയതിന് പാലാരിവട്ടം പോലീസും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ ടെസ്റ്റിനായി അവധി ദിവസം ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത് വാക്കേറ്റത്തിൽ കലാശിച്ചു. കൊച്ചിയിലുള്ള ഖദാമത്ത് എന്ന ഏജൻസിയിലാണ് മെഡിക്കൽ ടെസ്റ്റിനായി ഉദ്യോഗാർത്ഥികൾ എത്തിയത്. ഒടുവിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മെഡിക്കൽ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം അധികൃതർ സജ്ജീകരിക്കുകയായിരുന്നു. അവധി ദിവസമായ ഇന്ന് മെഡിക്കൽ ടെസ്റ്റിനായി കൊച്ചിയിലെ ഖദാമത്തിന്റെ ഓഫീസിലെത്താനാണ് അധികൃതർ ഉദ്യോഗാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനെ തുടർന്ന് അതിരാവിലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിനാവശ്യമായ റെക്കോർഡുകളുമെല്ലാം എടുത്ത് ഉദ്യോഗാർത്ഥികൾ ഖദാമത്തിന്റെ ഓഫീസിലെത്തിയപ്പോൾ അടഞ്ഞിട്ട ഗേറ്റ് മാത്രമാണ് ഇവർക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് അവധി ദിവസമാണെന്നും ഓഫീസിൽ ആരും തന്നെ ഇല്ലെന്നും തിങ്കളാഴ്ച മാത്രമേ മെഡിക്കൽ നടത്താനാകൂ എന്നുമായിരുന്നു ഗേറ്റിന് കാവൽ നിന്നവർ ഇവരോട് പറഞ്ഞത്. എന്നാൽ അധികൃതർ ഉറപ്പു നൽകാതെ പിരിഞ്ഞു പോകില്ലെന്നായിരുന്നു ഇവരുടെ പക്ഷം. 3 ദിവസം മുമ്പ് കിട്ടുന്ന അപ്പോയിൻമെൻറ്റാണ് 22 ഈ ഇന്നത്തെ പൊതു അവധിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ പൊതു അവധി ഇവർക്ക് നേരത്തെ അറിയിക്കുവാണെങ്കിൽ 22 എന്നുള്ളത് തിങ്കളാഴ്ച തന്നെയുള്ള അപ്പോയിൻമെൻ്റ് ആക്കി മാറ്റാണ്. ഇത് ഇവിടുത്തെ ഓഫീസിൻ്റെയും ഉദ്യോഗാർത്ഥികളുടെ അനാസ്ഥ തന്നെയാണ്. ഞങ്ങൾ വെളുപ്പിന് 5 ഇവിടെ എത്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ആര് വരുമെന്നോ ഇനി അടുത്ത നീക്കുപോക്ക് എന്താണെന്നോ ഇവിടുന്ന് പോലീസുകാരോ ഇവിടുത്തെ ഓഫീസറോ സെക്യൂരിറ്റീസോ ആരും ഒന്നും പറയുന്നില്ല. തെക്കേ ഇന്ത്യയിൽ തന്നെ കുവൈറ്റ് സർക്കാരിൻ്റെ കീഴിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്ന ഏക സ്ഥാപനമാണ് കൊച്ചിയിലെ ഖദാമത്തിൻ്റെ ഓഫീസ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേർ കൊച്ചിയിലെത്തിയിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നും മാധ്യമങ്ങൾ വാർത്തയാകുമെന്നും മനസ്സിലാക്കിയപ്പോൾ ഖദാമത്ത് അധികൃതർ ഉടൻ മെഡിക്കൽ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യമൊരുക്കി. 12,000 രൂപയാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമായി ഖദാമത്ത് മെഡിക്കൽ ടെസ്റ്റിനായി ഈടാക്കുന്നതും. അതിനിടെ ഖദാമത്തിൻ്റെ പേരെഴുതിയ ബോർഡിൽ ലൈസൻസിംഗ് നമ്പർ ഇല്ലാത്തതും ഫോൺ നമ്പർ എഴുതാത്തതും തട്ടിപ്പാണെന്ന് ചില ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഫോളോ അപ്പ്. താമരശ്ശേരി ചുങ്കത്ത് PWD റോഡിൽ അനധികൃതമായി നിർമ്മിച്ച ട്രാഫിക് ഐലൻഡ് പൊളിക്കാനുള്ള നോട്ടീസിന് പുല്ലുവില. 10 ദിവസത്തിനകം 1 ലക്ഷം രൂപയിലേറെ ചെലവഴിച്ച് സ്ഥാപിച്ച ട്രാഫിക് ബ്ലിങ്കർ നീക്കം ചെയ്താണ് അനധികൃത നിർമ്മാണം നടത്തിയത്. ട്രാഫിക് ഐലൻഡിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കാനാവില്ലെന്നിരിക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പൊതുസ്ഥലം കയ്യേറിയത്. എംസാൻ കമ്പനിയുടെ പരസ്യം സ്ഥാപിക്കാനായാണ് ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ചത്. പീപ്പിൾ TV വാർത്തയെ തുടർന്ന് കഴിഞ്ഞ മാസം 5-നാണ് താമരശ്ശേരി ചുങ്കത്ത് PWD റോഡിലെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ എംസാൻഡ് കമ്പനിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോട്ടീസ് കൊടുത്തത്. 10 ദിവസമായിരുന്നു നോട്ടീസ് കാലാവധി കഴിഞ്ഞിട്ടും കയ്യേറ്റ നിർമ്മാണം പൊളിച്ചുമാറ്റാൻ തയ്യാറായില്ലെന്ന് പറയുന്നു പൊതുപ്രവർത്തകനായ അബ്ദുൾ മജീദ്. നോട്ടീസ് കൊടുക്കുകയും 7 ദിവസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാലാവധി എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇത് പൊളിച്ചു മാറ്റുന്നതിനുള്ള യാതൊരുവിധ നടപടിയും നടക്കുന്നില്ല. സ്വകാര്യ മണൽ കമ്പനിക്കാരെ സഹായിക്കുന്ന നിലപാടാണ് താമരശ്ശേരി പോലീസ് സ്വീകരിക്കുന്നത്. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 1.6 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സംസ്ഥാനപാത ദേശീയപാതയിൽ സംഗമിക്കുന്ന സ്ഥലത്ത് 2 ട്രാഫിക് സിഗ്നലുകളും സോളാർ ബ്ലിങ്കറും ദിശാസൂചകവും സ്ഥാപിച്ചത്. ഇതിൽ ഒന്ന് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യം സ്ഥാപിക്കാനായി നീക്കം ചെയ്തു. പകരം പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ മധ്യത്തിലായി ട്രാഫിക് ഐലൻഡ് പണിത് അതിൽ എംസാൻഡ് കമ്പനിയുടെ പരസ്യം പതിച്ചത് പീപ്പിൾ TV വാർത്തയാക്കിയിരുന്നു. താമരശ്ശേരി പോലീസിന്റെ ഒത്താശയോടെയാണ് സ്വകാര്യ മണൽ കമ്പനിയുടെ പ്രവർത്തനമെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.